സ്വന്തം ശരീരത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. അത് ചിന്തിച്ചാലേ ഇന്ന് നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളും അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ആ അനുഗ്രഹങ്ങൾ അള്ളാഹു പിൻവലിച്ചാലുണ്ടാകുന്ന അവസ്ഥയും പരിശോധിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം അള്ളാഹുവിൽ നിന്ന് അനുഗ്രഹം പറ്റി ജീവിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ ഈ അരാജകത്വങ്ങളിൽ നിന്ന് മനസ്സിനെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. മഹാന്മാരായ പണ്ഡിതന്മാർ ആ വഴിക്ക് ചിന്തിച്ച് അനവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. ഒരാൾ തന്റെ ശരീരത്തെ കുറിച്ച് പഠിച്ചാൽ അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചു. ഒരാൾ തന്റെ ശരീരത്തെ കുറിച്ച് ചിന്തിച്ചാൽ അള്ളാഹുവിൻ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രമാത്രം വലുതാണെന്ന് കണ്ടെത്താൻ കഴിയും. അതിന് അള്ളാഹു ആദ്യമേ നമ്മോട് ഉപദേശിക്കുന്നത് മനുഷ്യരായ നാം നമ്മുടെ സ്ഥാനം എന്താണ്, ഈ ഭൂമിയിലെ അല്ല ഈ പ്രപഞ്ചത്തിലെ. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അൽ ആലമു മാ സിവല്ലാഹ്. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അല്ലാഹു ഒഴിച്ചുള്ള ബാക്കിയെല്ലാം. അൽ ആലമു മാ സിവൽ ബാരി തആല. ലോകം എന്ന് പറഞ്ഞാൽ, പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അല്ലാഹു ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം. അതാണ് പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉത്കൃഷ്ട ജീവി മനുഷ്യനാണ്. മനുഷ്യനെ കവച്ചു വെക്കുന്ന ഒരു സൃഷ്ടി അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഇല്ല. മലക്കുകൾ പോലും മനുഷ്യന്റെ താഴെയാണ്. ഈ മനുഷ്യന് വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തെ അള്ളാഹു സംവിധാനിച്ചത്. ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ. ഭൂമിയിലുള്ളത് മുഴുവനും അള്ളാഹു സൃഷ്ടിച്ചത് നമുക്ക് അനുകൂലമായി ഗുണപരമായ നിലക്കാണ്. ഭൂമിയിലുള്ളതെല്ലാം, ഇവിടെ ഭൂമി എന്ന് പറഞ്ഞത് മുഫസ്സിരീങ്ങൾ പറഞ്ഞു കാണാം, മനുഷ്യൻ സാധാരണ അധിവസിക്കുന്നത് ഭൂമി ആയതുകൊണ്ടാണ് ഖലഖ ലക്കും മാ ഫിൽ അർളി എന്ന് പറഞ്ഞത്, ഭൂമിയിലുള്ളത് എന്ന് പ്രയോഗിച്ചത്. മനുഷ്യൻ സാധാരണ ജീവിക്കുന്നത് ഭൂമിയല്ലേ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാ. അതേ സമയത്ത് ലോകത്തുള്ളത് മുഴുവനും അള്ളാഹു സൃഷ്ടിച്ചത് മനുഷ്യരായ നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ്. ഇത് കഴിഞ്ഞ കാലങ്ങളിൽ ഉസ്താദുമാർ ഓതിക്കൊടുക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥം പറയുമ്പോൾ അള്ളാഹു ഈ ഭൂമിയിൽ സൃഷ്ടിച്ചതൊക്കെ നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണോ എന്ന് സംശയം തോന്നിപ്പോവും. ആധുനിക ശാസ്ത്രം വളരുമ്പോൾ അള്ളാഹുവിന്റെ ഈ വാക്ക് സത്യമായി പുലർന്നുകൊണ്ടിരിക്കുകയാണ്. സർപ്പത്തിന്റെ വിഷം പോലും മനുഷ്യന്റെ ഗുണത്തിന് വേണ്ടി ഇന്ന് ഉപയോഗിക്കുന്ന ഒരു ലോകത്ത് കൂടുതൽ പ്രസംഗിക്കേണ്ടതില്ല. 700 കിലോമീറ്റർ ദൂരത്തിരുന്ന് ഇവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന എന്നെ ലക്ഷ്യം വെച്ച് ഒരു സർപ്പം ഊതിയാൽ, മണാണലി എന്ന് പറയുന്ന സർപ്പം 700 കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് എന്നെ ലക്ഷ്യം വെച്ച് ഊതിയാൽ അതിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട കാറ്റ് വരുന്ന വഴിക്ക് പച്ചപിടിച്ചു നിൽക്കുന്ന സർവ്വസസ്യങ്ങളും വൃക്ഷങ്ങളും തൽക്ഷണം കരിഞ്ഞു പോകുമെന്നാണ്. ആ പാമ്പ് എന്നെ തൊടണമെന്നില്ല, കടിക്കണമെന്നില്ല. ഈ സർപ്പത്തിന്റെ വിഷം എടുത്ത് ശുദ്ധീകരിച്ചാൽ ഹൃദയരോഗത്തിന് ഏറ്റവും നല്ല സിദ്ധൌഷധമാണെന്ന് ബ്രിട്ടനിലെ ഒരു സെറ്റ് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുകയും ഹാർട്ട് അറ്റാക്കിന് സർപ്പത്തിന്റെ വിഷം ഉപയോഗിക്കുന്ന ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ പോലും ഹോമിയോ പഠിച്ച ഡോക്ടർമാർ ഈ സദസ്സിലുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് ആ കാര്യം ബോധ്യപ്പെട്ടു. ഹോമിയോ ഡോക്ടർ ഹാർട്ട് അറ്റാക്കിന് കൊടുക്കുന്ന ഗുളിക സർപ്പത്തിന്റെ വിഷം ചേർന്നതാണ്. സർപ്പത്തിന്റെ പേര് വരെ ആ ഗുളികയിൽ ഉണ്ട്. അപ്പൊ അള്ളാഹു സർപ്പത്തെ സൃഷ്ടിച്ചത് മനുഷ്യന്റെ ഗുണത്തിനല്ലേ? ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ. ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളും അള്ളാഹു സൃഷ്ടിച്ചത് മനുഷ്യരായ നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ്. നാമാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉത്കൃഷ്ട ജീവി. മലക്കുകൾ മനുഷ്യന്റെ ഖിദ്മത്തിന് ഇറങ്ങി വരും. മലക്കുകൾ മനുഷ്യന്റെ ഖിദ്മത്തിന് വരും. കായൽപ്പട്ടണത്ത് പോയി നോക്ക്. മീകായിൽ പള്ളി എന്നൊരു പള്ളി കാണാം. അവിടെ ലാഹിൽ മുഹയ്യാറ മീകാല മസ്ജിദഹു
വഹൗലഹു ഫുഖഹാഉ സദഖത്തില്ലാഹി സദഖത്തുല്ലാഹിൽ ഖാഹിരി റഹ്മത്തുള്ളാഹി അലൈഹി. കായൽ പട്ടണത്തുകാരനാണെങ്കിലും കീഴക്കരയിൽ അന്ത്യവിശ്രമം കൊള്ളും. മഹാനുഭാവന്റെ ദർസിൽ ശിഷ്യന്മാർ ഇരിക്കുന്ന കൂട്ടത്തിൽ മീകായിൽ അലൈഹിസ്സലാം എന്ന മലക്ക് വന്ന് ഇരുന്നു. വെള്ളമില്ലാത്ത വിഷമം പരാതി പറഞ്ഞപ്പോൾ ഉടനെ തന്നെ വെള്ളം തരാമെന്ന് പറഞ്ഞു പോയി. മഴ പെയ്തു. വെള്ളമില്ലാതെ വിഷമിച്ച ഒരു ലോകത്ത് സുലഭമായ വെള്ളം ലഭിച്ചു. പള്ളിപ്പണി പൂർത്തിയാക്കിയതിന്റെ പേരിൽ ആ പള്ളിക്ക് ഇന്നും പേര് മസ്ജിദ് മീകായിൽ, മീകായിൽ പള്ളിയാണ്. ദർസിൽ വെച്ചൊരൊറ്റ വിളിയാണ്. മീകായിലെ വിളിച്ചപ്പോൾ മീകായിൽ വന്നു. കാരണം എന്താ? മനുഷ്യൻ ഉയർന്നാൽ, മനുഷ്യൻ മനുഷ്യനായാൽ മലക്കുകൾ പോലും മനുഷ്യന്റെ കീഴിൽ ഖിദ്മത്തിന് വരും. മനുഷ്യൻ മനുഷ്യനാവണം. അപ്പൊ ഏറ്റവും ഉത്കൃഷ്ട ജീവിയാണ് മനുഷ്യൻ. അങ്ങനത്തെ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്ന നമ്മുടെ അവസ്ഥ നാം ഒന്ന് ചിന്തിച്ചു നോക്ക്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമി ലോകത്തേക്ക് നാം വന്നപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? ലാ തഅലമൂന ശൈആ. ഒന്നും അറിഞ്ഞൂടാ, ഒരു വിവരവുമില്ല. ഇന്ന് ഉച്ചക്ക് പ്രസവിക്കപ്പെട്ട ഞാനും നിങ്ങളും ലോകത്തെ ഏറ്റവും വലിയൊരു ശാസ്ത്രജ്ഞനും ഇന്ന് ഉച്ചക്ക് പ്രസവിക്കപ്പെട്ടു എന്ന് സങ്കല്പിക്കും. അതേ ഉച്ചക്ക് നമ്മുടെ വീട്ടില് പശുവും പ്രസവിച്ചു. ആ പശുക്കുട്ടി ഉടനെ തന്നെ ഓടിച്ചെന്ന് ഉമ്മയുടെ അകിട്ടിലുള്ള ശുദ്ധമായ പാൽ വലിച്ചു കുടിക്കും. ഒരു വെയിലിൽ കൂടി നടന്നു നീങ്ങുമ്പോൾ ഒരു മരത്തിന്റെ താഴെ തണല് കാണുന്ന സമയത്ത് എനിക്ക് ആ തണലിൽ ചെന്നാൽ വിശ്രമിക്കാമല്ലോ എന്ന് മനസ്സിലാക്കി ആ തണലും തേടി ആ പശുക്കുട്ടി പോകും. നാം ഒരു കല്ലെടുത്തുകൊണ്ട് ആ പശുവിന്റെ നേരെ പിടിച്ചാൽ ആ കല്ല് എന്റെ ശരീരത്തിൽ തട്ടിയാൽ എനിക്ക് വേദനിക്കുമെന്ന് മനസ്സിലാക്കിയ പശുക്കുട്ടി ഓടിച്ചെന്ന് ഉമ്മയുടെ അകിട്ടിൽ പോയി അഭയം പ്രാപിക്കും. അതേ സമയത്ത് ലോകത്തിൽ ഏറ്റവും വലിയൊരു ശാസ്ത്രജ്ഞനെ ഇന്ന് ഉച്ചക്ക് 12 മണിക്ക് പ്രസവിക്കപ്പെട്ടാൽ എനിക്ക് കുടിക്കാനുള്ള ശുദ്ധമായ പാൽ എന്റെ ഉമ്മയുടെ മാറിടത്തിലുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലെന്ന് മാത്രമല്ല, 2 കൈയിൽ മലർത്തിപ്പിടിച്ച് ഉമ്മ മാറോട് ചേർത്ത് ആ സ്തനങ്ങൾ വായിൽ വെച്ച് പ്രസ് ചെയ്ത് തന്നാൽ അതിൽ നിന്ന് പുറത്തു വരുന്ന മുലപ്പാൽ ഓട്ടോമാറ്റിക്കായി താഴോട്ടിറങ്ങുകയല്ലാതെ ഒരു വേള അത് വായിൽ നിന്ന് പുറത്തു പോയാൽ നേരത്തെ ഞാൻ ഇതായിരുന്നു കുടിച്ചത് എന്ന അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വരെ കുടിക്കാൻ നമുക്കറിയില്ല. ഉമ്മ ഒരു വിരിപ്പിൽ കിടത്തി അടുക്കളയിലെ ജോലിക്ക് പോയി. ഒരു തുണിക്ക് ഒരു കർച്ചീഫ് വന്ന് നമ്മുടെ മുഖത്ത് വീണു. ആരും കണ്ടില്ലെങ്കിൽ അവിടെ കിടന്ന് ശ്വാസം മുട്ടി മരിക്കുകയല്ലാതെ ഞാൻ എന്റെ മരണത്തിനെ തൊട്ട് രക്ഷപ്പെടാൻ ഇതൊന്നെടുത്ത് നീക്കിക്കളയട്ടെ എന്ന് ചിന്തിക്കാൻ പോലും നമുക്ക് ആ സമയത്ത് കഴിവുണ്ടായിരുന്നില്ല. ലാ തഅലമൂന ശൈആ. ഒന്നും അറിഞ്ഞൂടാ. അങ്ങനെ മലർന്നു കിടന്ന് കരയുകയല്ലാതെ മറ്റൊന്നിനും കഴിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ കമിഴ്ന്നു കിടക്കാൻ തുടങ്ങി. അവൻ മുട്ടുകുത്തി നടക്കാൻ തുടങ്ങി. എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഓടാനും ചാടാനും തുടങ്ങി. 20-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ മനുഷ്യൻ ചെന്ന് ചന്ദ്രഗോളത്തിൽ കാലുകുത്തി പടിപടിയായി ഉയർന്നു. وَجَعَلَ لَكُمُ السَّمْعَ وَالْأَبْصَارَ وَالْأَفْئِدَةَ. അല്ലാഹു നമുക്ക് കേൾവി തന്നു. وَجَعَلَ لَكُمُ السَّمْعَ, അല്ലാഹു കേൾവി തന്നു. വൽ-അബ്സാറ, കാഴ്ച തന്നു. വൽ-അഫ്ഇദത, ഹൃദയം തന്നു. അള്ളാഹു പറഞ്ഞ വഴിക്ക് വഴി കണ്ടോ? ഓഡിയോ, വീഡിയോ, കാർഡിയോ. ലോകത്തിന്റെ സംവിധാനവും അങ്ങനെ തന്നെയാണ്. ആദ്യം ഓഡിയോ ആണ്. ടേപ്പ് റിക്കാർഡിൽ വയല് കേട്ടവരാണ് നമ്മൾ. പിന്നെ അത് ടിവിയിൽ ആയി മാറി. ഖുർആനിൽ പല സ്ഥലത്തും അല്ലാഹു തആല ഒരു സ്ഥലത്ത് പറഞ്ഞ തർത്തീബ് മറ്റൊരു സ്ഥലത്ത് തെറ്റിച്ചു പറഞ്ഞിട്ടുണ്ട്. والسارق والسارقة فاقطعوا أيديهما
മോഷ്ടിച്ച